ഒരു ക്വാർട്ടർ മോണിറ്റർ. ക്വാർട്ടർ മോണിറ്ററോ? നിങ്ങൾക്കോ? ഹേയ്, ഞങ്ങൾ വെറുതെ കൂട്ടി വന്നതാ. ചിക്കനോ മട്ടനോ എന്തെങ്കിലും വേണോ? ഇന്ന് വ്യാഴാഴ്ചയാ, ഞങ്ങൾ വെറുതോ. ഓരോ പെഗ് പോലും ആവില്ലല്ലോടാ. കുറച്ചുകൂടെ ഒഴിക്കടേ. നീ തൊട്ട് മണപ്പിച്ചാ മതി, ഫ്ലാറ്റ് ആവും. നിനക്ക് മണത്താ മതി, വാള് വയ്ക്കും. ഇത് ഒട്ട് ഏഷ്യയിലടാ. അപ്പൊ നീ സ്പോൺസർ ചെയ്യും. അതിനാവും പേഴ്സ് വെളിയിൽ എടുത്തിട്ട് വേണ്ടേ? നീ കൂടുതലൊന്നും പറയണ്ട, നക്കി നാറി. നിർത്തടാ, ഏതെങ്കിലും ഒരു മന്ദബുദ്ധി വരും, അവനെ കമഴ്ത്താം. എടേ, കുറേശ്ശെ കൂടി പെട്ടെന്ന് തീർന്നു. ടാറ്റാ സുമോ ഒന്ന് നീക്കി പാർക്ക് ചെയ്തേ. എത്ര മനോഹരമായി ചിരിച്ചെന്നറിയോ എന്നെ. അവിടെ ഇപ്പൊ കൂടി എന്നെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. അയ്യോടാ, ഇവിടെ സ്ലോ മോഷൻ ഒരുത്തൻ മരം ചുറ്റി പ്രേമം നടത്തിക്കൊണ്ടിരിക്കുക. ഏയ്, ചെലവീർന്ന് വെച്ച് അവൾ നിന്റേതാവൂ? പിന്നെ ആർക്കെങ്കിലും സ്വന്തമാകുന്നതല്ലേ അത് പൊതു സ്വത്താ. നമ്മളിൽ ആരുടെ സ്മാർട്ട്? ഞാൻ തന്നെ. നിനക്കതിന് ഇംഗ്ലീഷ് അറിയോ? തീർച്ചയായിട്ടും നിനക്ക് അവളെ കിട്ടില്ല. ഈ ഒരു ചാന്ത കൊട്ടല്ലേ, നിനക്ക് കിട്ടാൻ പോണില്ല. ഡേ, ഒന്ന് മതിയാക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന പോലെയല്ല, ഞാൻ സിൻസിയറായിട്ടാ പ്രേമിക്കുന്നത്. ഞാൻ പോവാ. ചേടാ, അങ്ങനെ പിണങ്ങാതെ നീങ്ങി വാ. മച്ചമ്പി, അവൻ ടാലന്റ് കാണിക്കട്ടെ. ആർക്ക് കിട്ടുന്നോ അവർക്ക്, മറ്റവരെല്ലാം ഒഴിഞ്ഞോളണം. ഓക്കെ ഓക്കേടാ, ഒഴിക്കടാ. ഇനി മൂത്രം ഒഴിക്കാം, തീർന്നടാ. എടാ മുന്ന, ഇയാളെ ഒന്ന് കൃഷി ചെയ്താലോ? ഹലോ സാർ, ഐ എം മുന്ന. എന്നാ മുന്ന, അതിന് ഞാനെന്ത് വേണം? സാറ് ഷർട്ട് എവിടെ നിന്നാ വാങ്ങിയത്? അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാ. കണ്ടറിഞ്ഞൂടെ? അലൻ സോളി, 1400 bucks. ഉഗ്രനായിരിക്കും സാർ. തീപ്പെട്ടി തരുമോ? താങ്ക് യു സാർ. ഒരു സിഗരറ്റ് എടുത്തോട്ടെ. വാ മാത്രമേ വീട്ടിൽ നിന്ന് കൊണ്ടുവരുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം ഓസായിരിക്കും. സാറ് വലിയ തമാശക്കാരനാ അല്ലേ? എനിക്ക് സീരിയസ് ആകാനും അറിയാം. ഇതെന്താ, ചില്ലി ചിക്കനാ? അറിയില്ല. ഒരു പീസ് കടമായിട്ട് തരുമോ സാർ? വന്ന ഉടനെ തിരിച്ചു തന്നേക്കാം. നിന്റെ ബാക്കി ഇത് മുഴുവൻ ഒരു പീസാ, എടുത്തോ. സാർ, ഇത്ര വെള്ളം അടിച്ചിട്ട് കുടവേറെ ഇല്ലല്ലോ. ഞാൻ ബിയർ കഴിക്കാറില്ല, ഓൺലി ഹോട്ട്. അതാ. അതെന്തിനാ സാർ? ഇതിലുള്ള ഗ്യാസും വേണ്ടാത്തതും എല്ലാം കളയാനായത്. കുടലിന് ഒരു കേടും വരില്ല, കാലത്ത് ഫ്രീ ആയിട്ട് പോവും. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നല്ലോ. എല്ലാരും ഒരു പെണ്ണിനെ വിളക്കാണല്ലേ? കറക്റ്റ് സാർ. എങ്ങനെയാ അത് കണ്ടുപിടിച്ചത്? ഒരു സ്മാൾ വേറെ ഇനി ഒരു ഹാഫും മുട്ടയും ചിക്കനും ഒക്കെ എടുത്തോ. നല്ല OTMP ആണടാ. അതെന്താ OTMP? MB എന്ന് പറഞ്ഞാൽ മുക്കി പിഴിയുക, OT എന്ന് വെച്ചാൽ ഓന്ന് വെച്ചാൽ ഡാഷ് സാർ, ടീ എന്ന് വെച്ചാൽ തിന്നിട്ട്, ഡാഷ് തിന്നിട്ട് മുക്കി പിഴിയുക. ഞങ്ങളതിന് OB എന്നാ പറയാ. ഓന്ന് വെച്ചാൽ അത് തന്നെ, B for ഭജന. 5 പേര് ഒരുമിച്ച് പോയാണ് ലൈൻ അടിക്കുന്നത്. അതെ സാർ. ഗ്രൂപ്പായിട്ട് പോയ കാര്യം നടക്കില്ല. തനിച്ച് ചെന്ന് അപ്രോച്ച് ചെയ്യണം. ധൈര്യമായിട്ട്, ഭവ്യതയോടെ, സോഫ്റ്റായി, കണ്ണിൽ മാത്രം നോക്കി സംസാരിക്കണം. മകളെ, നാളെ തന്നെ പോകുന്നു, തനിച്ച് സംസാരിക്കുന്നു. അനിയന്മാരെ, ഈ പ്രേമം എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാം. വരട്ടെ സാറേ. എന്താടാ, എന്താ എന്റെ കയ്യിൽ നിന്ന് നന്നായി OTMP അടിച്ചിട്ട് ഫീൽ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോ എസ്കേപ്പ് ആകാന്ന് കരുതിയോ? വീടില്ലടാ നിന്നെയൊക്കെ ഞാൻ. മര്യാദക്ക് എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടോ, ഇല്ലെങ്കിൽ എന്നോട് ഓസി വാങ്ങി കുടിച്ചതൊക്കെ വാള് വെച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ കേൾക്കാം. ഒരു ഹാഫ് കൂടി പോരട്ടെ. ഞാനും ഒരു പെണ്ണിനെ ജീവന തുല്യം പ്രേമിച്ചു. ചത്തുപോയവര്? ഏയ്, മനസ്സിൽ നിന്നാ ചത്തുപോയത്. ഇത് കുറച്ച് ഓവറ മക്കളെ. അപ്പൊ എനിക്ക് ജോലി, ശരി, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് കരുതി അവളോട് 1 കൊല്ലം സമയം ചോദിച്ചു. ജോലി കിട്ടിയോ സാർ? കിട്ടി. ഹോസൂർ, ഫൈസലാബാദ്, ദുബായ്, എന്തിന് അമേരിക്കയിലും കൂടി എനിക്ക് ജോലി കിട്ടി. എന്നാ അവളെ പിരിഞ്ഞു കഴിയണമല്ലോ എന്ന് കരുതി നല്ല ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കളഞ്ഞു. എന്തിന്? ഈ നാട്ടിൽ തന്നെ നൈറ്റ് ഷിഫ്റ്റ് ജോലികളും കിട്ടിയതാ മക്കളെ. പക്ഷെ സന്ധ്യക്ക് അവളുടെ മുഖം കാണാൻ പറ്റാതെ പോകുമോ എന്നുള്ള തോന്നലിൽ ആ ജോലിയും വേണ്ടെന്ന് വെച്ചു. മനസ്സിലായി, അവരുടെ കാൽ കീഴിൽ എന്തെങ്കിലും ജോലി കിട്ടാൻ മോഹിച്ചു. അനശ്വര പ്രേമം എന്ന് വെച്ചാൽ ഇതാ സാർ. അങ്ങനെ 1 കൊല്ലം കടന്നുപോയി. സഡൻലി വൺ ഡേ എനിക്ക് അമേരിക്കയിൽ ഒരു വരനെ നിശ്ചയിച്ചെന്ന് പറഞ്ഞ് അവനെ കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോയടാ. എന്നിട്ടെന്താ, താടി, ചാരായം, റെയിൽപാളം, തൂക്കുകയറും, ഇതെല്ലാം തരണം ചെയ്ത് ഇങ്ങോട്ട് നോക്ക്. ഈ
ICICI ബാങ്കിൽ ഒരു നല്ല ജോലിയിലാണ്. ആ ചെറ്റനാറിയെ മറക്കാൻ ദിവസവും ഒരു നേരം ഇത്, ആഴ്ചയിലൊരിക്കൽ അത്. പോക്കിൽ എണ്ണ വരട്ടുമോ സാർ? മാണിക്യത്തിനോട് പറഞ്ഞാൽ ഒരു കേസ് കേട്ട് കൊണ്ടുവരും അവൻ. ഒരു കല്യാണം മറക്കാനായി ആഴ്ചയിലൊരു കല്യാണം. ആ മാണിക്കത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? മാണിക്യത്തെ കാണാനുള്ള വയസ്സായിട്ടില്ല, ചെറിയ പിള്ളേരാ, വഴി ഒഴിച്ച് പോരും. സാർ ഞങ്ങൾക്കല്ല, ഫ്രണ്ട്സ് ഇറങ്ങി ചോദിച്ചാൽ കൊടുക്കാനാ. സോഷ്യൽ സർവീസ് അല്ലേ ഇത്? പറഞ്ഞ ഞാൻ അവനോട് നമ്പർ വാങ്ങിച്ചത്. ഇതാ അവൻ്റെ കാർഡ്. ഇതിലവൻ്റെ മൊബൈൽ, ലാൻഡ് ഫോൺ, ഇമെയിൽ എല്ലാം ഉണ്ട്. അടുത്ത ആഴ്ച വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാൻ. ആരുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത്? സോറി സാർ, ഹാഫ് ബോയിലിട്ടതാ. ഹാഫ് ബോയിൽ ഒരു അൺലിമിറ്റഡ് മീൽസിന്റെ എഫക്റ്റ് ആണല്ലോ തറയില്. ബ്രാൻഡ് മാറ്റി അടിച്ച ഇതാ പ്രശ്നം. പല ബ്രാൻഡ് അടിച്ചാലും ഞാൻ എപ്പോഴും ശരിയാ. കുമാർ ചെലവില്ലേടാ? വാള് വച്ചവന്. MP സാർ ഹാഫ് ബോയിൽ റെഡി ആക്കിടാ. അതൊന്നുമില്ല, ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. അതാ വയറ്റ് പിടിക്കാത്തത്. സാർ കുറച്ച് സാർ. അതൊന്നും വേണ്ട മോനെ, എൻ്റെ കയ്യിൽ അറ്റാച്ച് നാപ്കിനുണ്ട്. കണ്ടോ സംഭവം? സാർ, നാരങ്ങ? അതൊന്നും വേണ്ട. ഈ സുമോ ഒന്നും അങ്ങ് മാറ്റി നിർത്തിയാ ഞാൻ ഇവിടെ തന്നെ അങ്ങ് റെസ്റ്റ് എടുത്തോളാം മക്കളെ. ഗുഡ് നൈറ്റ്.